അങ്ങനത്തെ ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ വന്നിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വീടിന് മുമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ യൂബർ വിളിച്ച് നേരെ പോകുന്നത് നമ്മുടെ ചിക്പെറ്റ് മാർക്കറ്റിലേക്കാണ്. ചിക്പെറ്റ് മാർക്കറ്റിൻ്റെ മുമ്പത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഷോർട്സ് വീഡിയോയിലൊക്കെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്നാലും നമ്മുടെ ചിക്പെറ്റ് മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഹോൾസെയിലായിട്ട് മേടിക്കാം, എന്തൊക്കെ വില കുറച്ച് കിട്ടും, റീറ്റെയിലായിട്ട് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം എന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ചിക്പെറ്റ് മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണാം. ഇത് നമ്മൾ ചിക്പെറ്റ് മാർക്കറ്റിൽ ആദ്യം എത്തിയപ്പോൾ കണ്ടത് ഒരു വാച്ച് കടയാണ് കേട്ടോ. ഈ ഒരു വാച്ച് കടയിൽ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കടകളെ പോലെയല്ല, പുറത്ത് ഇങ്ങനെ ഓരോ പീസ് സാമ്പിളായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടേക്കുന്നു കുറേ മോഡൽസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് കയറി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോകുന്ന വിലയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കിട്ടുന്ന വില ഈ ഒരു വിലയായിട്ട് അടുത്ത് വരാത്ത രീതിയിലുള്ള വിലയാണ്. അപ്പോൾ അത് നമ്മുടെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വാച്ച് ഞാൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് വാച്ച് കൊറിയർ ചെയ്തൊക്കെ വരുത്തി കുറേ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇതൊരു ബിസിനസ്സായിട്ടൊന്നും ചെയ്യാനുള്ളായിരുന്നു പ്ലാൻ. ചുമ്മാ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കുറച്ചധികം മേടിച്ചുകൊണ്ട് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. ഫ്രീ ആയിട്ടല്ല കേട്ടോ, എന്നാലും ചെറിയ രീതിക്കൊക്കെ ഒന്ന് കച്ചവടം എന്നുള്ള രീതി നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ വാച്ചൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ വന്നത് ചിക്പെറ്റ് മാർക്കറ്റിലെ വാച്ച് ഷോപ്പിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ വാച്ച് തന്നെ ഫോക്കസ് ചെയ്ത് വന്നതല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ വാച്ച് ഒന്ന് പൊട്ടിപ്പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേജിൽ വാച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും കുറേ നല്ല ട്രെൻഡിങ് മോഡൽസ് ഒക്കെ കണ്ടു. ഞാൻ എൻക്വയറി ഒക്കെ ഇട്ടായിരുന്നു, മേടിച്ചില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു വാച്ച് മേടിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. സംഭവം എന്തായാലും ഒരു കവർ നിറച്ച് കുറേ വാച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കണക്ക് ഇവിടെ വിലക്കുറവാന്ന് കരുതി നമ്മുടെ നാട്ടിൽ ഭയങ്കര അന്യായ കച്ചവടമൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിൽ അവർ ഹോൾസെയിലായിട്ട് യാത്ര ചെയ്ത് വന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വിലയൊക്കെ വരും. പിന്നെ അവരുടെ കടയുടെ വാടകയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, കച്ചവടമാണല്ലോ. പിന്നെ നമ്മളിതേ വന്നത് ഒരു വലിയൊരു നമ്മുടെ നാട്ടിലൊക്കെ ഈ എന്താ പറയുക മേളയെന്നൊക്കെ പറയില്ല, അതുപോലെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു ഷോപ്പിലേക്കാണ്. ഇവിടെ ചെരുപ്പും ഡ്രസ്സും ബെൽറ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. വലിയൊരു ഷോപ്പാണ്. അത് ട്രോളി ബാഗുകളും കാര്യങ്ങളൊക്കെ നല്ല വിലക്കുറവ് കിട്ടും. ചിക്പെറ്റ് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് ലാഭമായിട്ട് തോന്നിയത് ചെരുപ്പുകളും അതുപോലെ ട്രോളി ബാഗും അതുപോലെ ലേഡീസിൻ്റെ ചെറിയ ബാഗുകളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്ന പോലത്തെ ബാഗുകളൊക്കെയാണ് നമുക്ക് വിലക്കുറവായിട്ട് തോന്നിയത്. ഇത് 300 രൂപയാണ് ഈ കിടക്കുന്ന ബാഗുകൾക്കെല്ലാം. 300 രൂപയ്ക്ക് നമ്മുടെ നാട്ടിലും കിട്ടുമെന്ന് വിചാരിക്കേണ്ട, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ബാഗിനൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ പുതുമയുള്ളൊരു കാഴ്ച കണ്ടത് വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഒരു കടയല്ല, ഒരുപാട് കടകൾ. ഈ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കടകളും റിപ്പയർ ചെയ്യുന്ന കടകളും മാത്രമായിരിക്കും കേട്ടോ. ഒരു സംഭവം നമ്മളൊരു സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഫുള്ള് അത് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും വേറെ ഐറ്റംസ് വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ഏരിയ ഉണ്ട് നമ്മുടെ ഈ ചിക്പെറ്റ് മാർക്കറ്റിനകത്ത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഡൽഹി യാത്രയിൽ നമ്മുടെ സരോജിനി മാർക്കറ്റിലൊക്കെ കണ്ടതാണെങ്കിലും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു പുതുമയുള്ള കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മുടെ നാട്ടിൽ അത്രയും ചൂടൊന്നും ഇവിടെ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്താണ് ഞങ്ങൾ ഈ ഒരു ചിക്പെറ്റ് മാർക്കറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ ചിക്പെറ്റ് മാർക്കറ്റിൻ്റെ ഒരു സൈഡിലുള്ള ഒരു പള്ളിയുടെ അടുത്താണ് കേട്ടോ. ഒരു മുസ്ലിം പള്ളിയുടെ അടുത്താണ് കേട്ടോ. ഇവിടെ ആ ഒരു പള്ളിയോടനുബന്ധിച്ച് ഒരുപാട് സാധനങ്ങൾ പട്ടുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെ കയറി പോകുന്നു. കച്ചവടക്കാരോട് വെച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കും കയറാം, ആർക്ക് വേണമെങ്കിലും കയറാമെന്ന് പറഞ്ഞു. ഞങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ അമ്പലത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ കൊടുക്കുന്ന തിരിയും സാധനങ്ങളും അതുപോലെയൊക്കെ തന്നെ മേടിച്ച് അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോൾ ആദ്യം വണ്ടടിച്ച് നിന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ അവിടെ നിന്നവർക്ക് മനസ്സിലായി പള്ളിയിലൊന്നും പോയി അത്ര ശീലമില്ലാത്ത ആൾക്കാരാണ് വന്ന് നിൽക്കുന്നതെന്ന്. എന്തായാലും പുള്ളിക്കാരൻ ഉസ്താദാണെന്ന് തോന്നുന്നു അല്ലേ. പുള്ളി നമ്മളെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൈസ ഇടാം. പൈസയോ നമ്മുടെ ഒരു ദക്ഷിണ പോലെ കൊടുത്തു കഴിയുമ്പോൾ ഒരു മയിൽപ്പീലി വെച്ച് നമ്മുടെ തലയിൽ ഇങ്ങനെ തട്ടും. പിന്നെ അതേ കുറി ഇട്ട് തന്നിട്ടോ. കുറി എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല അവരുടെ ഭാഷയിൽ, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ കുറി, നെറ്റിയിൽ ഒരു കറുത്ത കുറി പോലെ സാധനം ഇട്ട് തന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു പൊതിയും തന്നു കേട്ടോ. ഈ സാധനം എന്താണെന്ന് പിടിയിട്ടില്ല, ഞങ്ങളത് പേഴ്സിൽ വെച്ചു. അപ്പോൾ എന്തൊക്കെയായാലും കുറച്ച് വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പള്ളിയിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നോമ്പ് കഞ്ഞി കുടിക്കാൻ മാത്രം പോയിട്ടുണ്ട്. ചിറ്റപ്പൻ ആദ്യം കയറി വന്നില്ലെങ്കിലും ഞങ്ങളൊക്കെ പോയി ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൂടെ വീണ്ടും കയറി വന്നു കേട്ടോ. എന്നാൽ പിന്നെ ഞാനിവിടെ പോയേക്കാന്ന് കരുതി. അങ്ങനെ ചിറ്റപ്പനും അവിടെ പോയിരുന്നു. അങ്ങനെ അവിടെ ദക്ഷിണയെ കൊടുത്തു. പുള്ളിക്കാരൻ ചിറ്റപ്പൻ്റെ തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ പോലെ ഒരു പൊതിയൊക്കെ കിട്ടി കേട്ടോ. അതിൻ്റെ സന്തോഷത്തിൽ വരികയാണ് കേട്ടോ ചിറ്റപ്പൻ. കുറിയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും പള്ളി കൊള്ളായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കുറിയൊന്നും ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ടില്ല. കുറിയല്ല കേട്ടോ, ഒരു കറുത്ത സാധനം. അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്നും എനിക്കറിയില്ല. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതേ ഞങ്ങൾ വീണ്ടും നടന്നു വന്നപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി പണി കുഞ്ഞമ്മയ്ക്ക് കിട്ടി. കാക്കയാണോ കിളിയാണോ അത് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല രീതിക്ക് പണി കൊടുത്തിട്ടുണ്ട് തലയിലായിട്ട് കേട്ടോ. ചിറ്റപ്പൻ അതിന്ന് ക്ലീൻ ചെയ്യണം.
അങ്ങനത്തെ ഞങ്ങൾ ഹെഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടുന്ന് വീണ്ടും നേരെ നടന്ന് അടുത്ത കടകളൊക്കെ തപ്പിയുള്ള നടത്തമാണ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആവും, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, മൊത്തം ഒരുപോലെ ഇരിക്കുക, ചെറിയ ചെറിയ വഴികളും. ഇടയ്ക്കൊക്കെ ഞങ്ങൾ മെയിൻ റോഡിലോട്ട് ചാടി വരികയും ചെയ്തു. ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് കച്ചവടക്കാരൊക്കെ ഒരുപാടുള്ളത്. ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത് ക്ലോത്തുകൾ കാണാം, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, അതുപോലെ ഫോട്ടോ ഫ്രെയിം, ലൈറ്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ ഒരുപാട് നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ഫിറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ്, ബൾബുകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതേ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഈ ചിക്പെറ്റ് മാർക്കറ്റിൽ കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലൊക്കെ പോയി വയറിങ്ങിൻ്റെ സാധനമൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ നേരെ ട്രെയിൻ കയറി ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ വീട് പണിയൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നേരെ കൊറിയർ ചെയ്ത് വിടുകയും ചെയ്യാം കേട്ടോ. കൊറിയർ ചെയ്ത് വിട്ടിട്ട് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ സാധനം കൊടുത്തും. പിന്നെ ഇവിടെ നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ലെതറിൻ്റെ ചെരുപ്പുകളൊക്കെ 150 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെ ഒരുപാട് കടകൾ കാണാം കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മൾ അവിടുന്ന് ദൂരേന്ന് കണ്ടു ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട്, ഇതൊരു ജ്യൂസ് കോർണർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഈ കുഞ്ഞമ്മയാണ് കേട്ടോ കണ്ടുപിടിച്ചത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതൊരു ലിക്കർ ഷോപ്പാണ് കേട്ടോ. കണ്ടുപടി ലിക്കർ ഷോപ്പ് നമ്മുടെ ബാങ്ക്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നടന്നപ്പോഴാണ് കേട്ടോ വഴി കണ്ടൊരു ചേട്ടനോട് ചോദിച്ചു, ഭയ്യ ഇതർ ആസ്പാസ് മേക്ക് അച്ഛ റെസ്റ്റോറൻറ്റ് ഹേ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളോട് തിരിച്ച് പറഞ്ഞത്, ചേട്ടാ ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് കാണാമെന്ന്. ഇവിടെ മലയാളീസിനെ തട്ടിയിട്ട് നടന്നിട്ട് നടക്കാൻ വയ്യ. അതാണ്ട മലയാളീസ് എവിടെ പോയാലും കോക്കറി അടിച്ചാലും ജീവിക്കും എന്ന് പറയുന്ന കണക്ക്. അപ്പോൾ നമ്മുടെ മലയാളീസ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നിട്ട് ഞങ്ങൾ ആ മാർക്കറ്റ് മൊത്തം ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ. ഓരോ സൈഡിലും ഓരോ സാധനങ്ങൾ. അപ്പോൾ അടുത്ത് ഞങ്ങൾ തിരക്കി കിടക്കുന്നത് ജ്വൽസ് ആണ് കേട്ടോ. ഒരുപാട് മേടിക്കാനൊന്നുമല്ല, എന്നാലും ആ ഒരു സ്ഥലം കുഞ്ഞമ്മ കഴിഞ്ഞോട്ടം വന്നപ്പോഴത്തേക്കും ഈ ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത്. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നേരത്തെ അന്വേഷണത്തിന് ശേഷം ഞങ്ങളിത് ആ ജ്വൽസ് ഒക്കെ വിൽക്കുന്ന ആ ഒരു ഹോൾസെയിൽ മാർക്കറ്റിനകത്തോട്ട് കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ റോഡിനകത്ത് നിന്ന് റൈറ്റും ലെഫ്റ്റും ഒക്കെ കട്ട് ചെയ്ത് കയറുമ്പോഴാണ് നമുക്ക് ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ആ ഒരു ഏരിയ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി നിന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ബോക്സിനകത്തേക്ക് പറക്കിയിടാം. അതിനുശേഷം അവരത് ബില്ല് ചെയ്ത് തരും. ഒരു മിനിമം ക്വാണ്ടിറ്റി തൊട്ട് കേട്ടോ ഹോൾസെയിലായിട്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ചിക്പെറ്റ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ക്ലോത്ത് ആയാലും ജ്വല്ലേഴ്സ് ആയാലും, അതുപോലെ ഞാൻ ആദ്യം മേടിച്ച പോലെ വാച്ച് ഐറ്റംസ്, പിന്നെ ഈ കാണുന്ന പോലെ ബ്രാസോ ഐറ്റംസ്, നമ്മുടെ ഈ വിളക്കും സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റംസും, ഗിഫ്റ്റ് ഐറ്റംസ് എന്ന് വേണ്ട നമ്മുടെ ലൈറ്റ് സെറ്റിങ്സ്, അതുപോലെ വീട്ടിൽ ഒരു പുതിയ വീട് വെക്കുമ്പോഴുള്ള ഫിറ്റിങ്സ് സാധനങ്ങൾ, അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് മേടിക്കാം. പിന്നെ ഒരു ഏരിയയിൽ നമ്മൾ കയറുമ്പോൾ ഹോൾസെയിൽ എന്ന് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഹോൾസെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് നിന്ന് നമുക്ക് റീറ്റെയിലായിട്ട് സാധനങ്ങൾ മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് 1 പീസോ 2 പീസോ ഒന്നും മേടിക്കാൻ കിട്ടത്തില്ല. മിനിമം ഒരു 100 പീസ് 50 പീസൊക്കെ ആയിരിക്കും നമുക്ക് ഈ ക്ലോത്ത്, ടീഷർട്ട്, അതുപോലെ തൊപ്പി സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് റീറ്റെയിലായിട്ട് കിട്ടുന്ന ഇതുപോലുള്ള വഴിയോര കച്ചവടക്കാരെ കാണാം. വലിയ ഷോപ്പും കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വഴി സൈഡിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എന്താണ് ഇവർ വീഡിയോ എടുക്കേണ്ടതെന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ കാണുന്നുണ്ട് ഇവർ വീഡിയോ എടുക്കരുതെന്നാണ് പറയുന്നത്. അവർക്കതൊരു പ്രൊമോഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചിക്പെറ്റ് മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് പേര് കാണുന്നതല്ലേ. ഡൽഹി പോയപ്പോഴും അതുപോലെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ പോയ സമയത്ത് അവരും പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല കേട്ടോ. എന്തായാലും ഹോൾസെയിൽ പർച്ചേസ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചിക്പെറ്റ് മാർക്കറ്റ് പ്ലാൻ ചെയ്യാം കേട്ടോ. നേരെ ട്രെയിൻ കയറിഞ്ഞ് പോരുന്ന മതി. ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ പാഴ്സൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നാട്ടിലെത്തും. അങ്ങനെ ഞങ്ങളത് കുറേ നേരം അവിടെയൊക്കെ കറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് നമ്മുടെ ചർച്ച് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഗോപിക നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചർച്ച് സ്ട്രീറ്റ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ചർച്ച് സ്ട്രീറ്റിലെ കാര്യങ്ങളാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. പിന്നെ ഇവിടെ വന്ന് ഓട്ടോ പിടിക്കുന്ന സമയത്ത് യൂബർ ആണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഓട്ടോ ചാർജ് ചോദിച്ചപ്പോൾ 600 രൂപയാണ് പറഞ്ഞത്. ലാസ്റ്റ് നമ്മളിപ്പോൾ പോകുന്നത് 200 രൂപയ്ക്കാണ് പോകുന്നത്. എത്ര രൂപയുടെ ഡിഫറൻസ് വന്ന് നോക്കണം. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്യാതെ പോയിരുന്നെങ്കിൽ 600 രൂപ കൊടുത്ത് വേണം നമ്മളിവിടെ വരാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ പിടിക്കുന്നവരൊക്കെ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് വേണ്ടാന്ന് തന്നെ പറഞ്ഞ് നിൽക്കുമ്പോൾ താനേ അവർ വന്ന് റേറ്റൊക്കെ കുറച്ച് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അങ്ങനെ അതായത് നമ്മൾ ചർച്ച് സ്ട്രീറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. ചർച്ച് സ്ട്രീറ്റിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു ചിക്പെറ്റ് മാർക്കറ്റിൻ്റെ ഒരു ആംബിയൻസേ അല്ല ഇവിടെ വന്നപ്പോഴത്തേക്കും. ഇവിടെ നിൽക്കുന്നത് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്ന ചേട്ടനെ തന്നെ ഉണ്ടോ. ചേട്ടനൊക്കെ പക്ക പ്രീമിയം ആൾ. ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരും അതുപോലെ എല്ലാം ഒരു വേറെ ലെവൽ സംഭവമാണ്. നമ്മളൊരു വേറൊരു സ്ഥലത്ത് വേറെ ഏതോ ഒരു കൺട്രിയിൽ എത്തിയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഒരു എന്താ പറയുന്നത് അവിടുത്തെ പോലെ ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല എല്ലാം ഒരു പ്രീമിയം ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ
നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാത്രമേ ഉള്ളൂ ചെറിയ കിറ്റും പ്ലാസ്റ്റിക് കവറൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ബാക്കി എല്ലാവരും നല്ല അടിപൊളി നല്ല ബാഗും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല കവറിലൊക്കെ ആയിട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗംഭീര പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിൽ നടക്കുന്നത്. മിസ്സാക്കേണ്ട, മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് നമ്മുടെ ബാംഗ്ലൂർ വരുമ്പോൾ ചർച്ച് സ്ട്രീറ്റ്. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇതുപോലുള്ള കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല ആംബിയൻസിൽ, പ്രത്യേകിച്ച് അലമ്പും ബഹളമോ ഒന്നുമില്ല, അടിയോ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ വലിയ പൊല്യൂഷനോ ഒന്നുമില്ല. എന്തായാലും ഇത് ഇങ്ങനെയുള്ള അടിപൊളി കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പുള്ളിക്കാരൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റും കൊണ്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നപ്പോഴത്തേക്ക് ആളൊക്കെ കൂടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ പുള്ളി അത്ര ക്രൗഡാക്കാൻ നിന്നില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പുള്ളി നൈസായിട്ടങ്ങ് എസ്കേപ്പ് ആയി കേട്ടോ. എന്തായാലും പേരൊന്നും എനിക്കറിയില്ല, എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ നമ്മളത് ഈ ഒരു ടോയ് കാറൊക്കെ ഉള്ള ഷോപ്പിലേക്കായിട്ടോ അവിടെ വന്നത്. നമ്മുടെ അല്ലുക്കുട്ടൻ കുറേ നേരം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറണം, മേടിക്കണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തൊക്കെ കയറി കുറേ നേരം വരവ് കേട്ടോ. പക്ഷേ നമുക്ക് മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വില കൂടുതലാണ് കേട്ടോ ഈ ഒരു ചർച്ച് സ്ട്രീറ്റിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ ഷോപ്പുകളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു പ്രീമിയം ലെവലിലായതുകൊണ്ട് തന്നെ പ്രീമിയം ആൾക്കാരാണ് വരുന്നതും അതുപോലെ അതിനനുസരിച്ചുള്ള പ്രീമിയം റേറ്റുമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എന്തായാലും ടോയ് കാർസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും കുറേ അടിപൊളി നല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ഒരു ചർച്ച് സ്ട്രീറ്റ് വന്നിട്ട്. ഇവിടെ നമ്മുടെ ജ്യൂസ് കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നല്ല വെറൈറ്റിയിലാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അവർ താണ്ട് പ്രസൻറ്റ് ചെയ്യുന്നതും എല്ലാം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഇവിടുത്തെ ഒരു വൈബ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ചർച്ച് സ്ട്രീറ്റ് വളരെ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര പോസിറ്റീവ് വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെയൊക്കെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നിന്ന് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്ത് അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഒരു കഫേയിൽ കയറിയിട്ട് ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് നമ്മളിവിടെ പുറത്തിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. IPL കിടക്കുന്നതുകൊണ്ട് ചിറ്റപ്പൻ നൈസായിട്ട് അവിടെ ഒരു കടയിൽ പോയി നിന്ന് കളിയൊക്കെ കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലോട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ കണ്ടത്. ഇവിടെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അവിടെ അവർ സ്റ്റാളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങൾ, ലേഡീസിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലും കഴുത്തിലേക്ക് ഇടുന്ന സാധനങ്ങളും കമ്മലുകളും അതുപോലെ നട്ട്സ്, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വേണ്ട മിക്കവാറുള്ള എല്ലാ ഐറ്റംസും, ക്ലോത്ത്സും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ കുറേ വെറൈറ്റി ഐറ്റംസ് ഞങ്ങളെ കാണിച്ച് കുറേ സാമ്പിളൊക്കെ തന്നു കേട്ടോ. ഞങ്ങൾ മേടിച്ചൊന്നുമില്ല, സാമ്പിളൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു കേട്ടോ, അല്ലാതൊന്നും മേടിച്ചില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴും ഇവിടെ ഉണ്ട് ടോയ് കാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം എന്നല്ല, ഒരു പക്ക ലൈവ് ആംബിയൻസ് ഒക്കെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. വേറെ കുറച്ച് പേർക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അല്ലുകൂടെ ഇവിടെ വന്നിട്ടും ടോയ് കാർ വിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇവ എടുക്കുന്ന എല്ലാം ഒരു 7,000 8,000 ഒക്കെ എബോ പോകുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു സ്ഥലം, ബാംഗ്ലൂർ വരുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. മിസ്സാക്കരുത് ഒരിക്കലും. അപ്പോൾ നമ്മളിവിടെ വന്ന് ഹോൾസെയിൽ പർച്ചേസ് ഒന്നും പ്ലാൻ ചെയ്യേണ്ട, എല്ലാം പ്രീമിയം സംഭവങ്ങളാണ്. ഇത് സ്പോർട്സ് ബാറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങ് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരത്തെ തുടക്കം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട കേട്ടോ. മുമ്പോട്ട് നല്ല അടിപൊളി കാഴ്ചകൾ വരുന്നതായിരിക്കും.